ശശി തരൂരിന്റെ ലേഖന വിവാദത്തിൽ പൊളിയുന്ന വാദവുമായി മാത്യു കുഴൽനാടൻ ഇന്നൊരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു. തെറ്റായ കണക്കുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടന്റെ വാർത്താസമ്മേളനം. ആ കണക്കുകളൊക്കെയും പൊളിച്ചടക്കുന്നത് കൈരളി ടിവിയുടെ റിപ്പോർട്ടർ കൂടിയായ നൃപൻ ചക്രവർത്തിയാണ്. റിപ്പോർട്ടർ കാണും. പൊളിയുന്ന വാദങ്ങൾ ആധികാരികമായി അവതരിപ്പിക്കുകയാണ് മാത്യു കുഴൽനാടന്റെ ഒരു രീതി. ഇത്തവണ ശശി തരൂരിന്റെ ലേഖനത്തെ പൊളിക്കുകയായിരുന്നു കുഴൽനാടന്റെ ഉദ്യമം. പക്ഷേ കൈരളിയുടെ ചോദ്യത്തിനു മുന്നിൽ കുഴൽനാടന്റെ തന്ത്രം പൊളിഞ്ഞു. കോൺഗ്രസിന്റെ എംഎൽഎ ആണ്, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയാണ് തരൂർ. ഈ ആർഗ്യുമെന്റ്സ് ഈ സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ്? അങ്ങനെയാണെങ്കിൽ ബോധ്യപ്പെടുത്തേണ്ട ആരെയായിരുന്നു? തരൂരിനെയാണ്. തരൂർ പറഞ്ഞത് തെറ്റുണ്ടോ? അതാണ് എന്റെ ചോദ്യം. തരൂർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ലേഖനത്തിലും അദ്ദേഹം തിരിച്ച് രണ്ടാമത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിൽ പിശക് പറ്റിയോ? അതാണ് മാത്യു കുഴൽനാടൻ ചോദ്യം. അദ്ദേഹം പറഞ്ഞതിൽ രാജീവിനെ കോട്ട് ചെയ്ത് പറഞ്ഞ കണക്കുകൾ മിസ്ലീഡിംഗ് ആണ്. അത് തെറ്റാണ്. ദാറ്റ്സ് നോട്ട് കറക്റ്റ്. രേഖകൾ പലതും പൂർണ്ണമല്ലെന്ന വസ്തുതകൾ നിരത്തിയുള്ള ചോദ്യത്തിനു മുന്നിൽ കുഴൽനാടൻ കുഴങ്ങി. പതിയെ പതിയെ വാദങ്ങളിൽ നിന്ന് കുഴൽനാടൻ പിന്നോട്ട്. വിവിധ കാറ്റഗറിയെ സംബന്ധിച്ചുകൂടിയാണ്. അതായത് ആ കാറ്റഗറിയിൽ കേരള, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് ആ മൂന്നെണ്ണത്തിന് റെഫർ അതിന്റെ താഴത്തേക്ക് അവർ ഫെസിലിറ്റി 100% പറഞ്ഞ കാര്യത്തിൽ സ്വീകാര്യതാണ്. ഇതിനകത്ത് രാഷ്ട്രീയത്തിന് അധികമായി നമ്മളൊരു പൊതുവികസന കാഴ്ചപ്പാട് കേരളത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നുള്ള നിലപാട്. അതെ, തീർച്ചയായും. നിങ്ങൾ ആർഗ്യൂ ചെയ്യുന്ന പോലെ ആർഗ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം ഹാപ്പി ടു ആൻസർ. അല്ലെങ്കിൽ നിങ്ങളുടെ ആർഗ്യുമെന്റിന് നമുക്ക് ബൈ ആയിരിക്കും, ഒരു ബുദ്ധിമുട്ടുമില്ല. You are fairly arguing your case. It's very good argument. ഒന്നും നടക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. I am bound to say that Kerala is improving, no doubt. മുൻ നീതി ആയോഗ് CEO അമിതാഭ് കാന്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം ഒന്നാമത് എന്ന് പറയുന്ന ഭാഗം ഡയസിലെത്തി കൈരളി റിപ്പോർട്ടർ കേൾപ്പിച്ചതോടെ കുഴൽനാടന്റെ വാദമുഖങ്ങൾ പൊളിഞ്ഞടിഞ്ഞു. I've looked at every single state of India, and last year in the ease of doing business, when my colleague Mr. R.K. Singh was Secretary Industries, Kerala emerged as the easiest place to do business in. Amongst all these states of India, Kerala was the easiest place to do business in because it did business process re-engineering. It removed and eliminated a range of laws, procedures, paperwork which could only be done under the leadership of the Honorable Chief Minister. ഓക്കെ, ഇത് കറക്റ്റാണ്. ഞാൻ പറഞ്ഞ കേരളം ഒന്നും ആയിട്ടില്ല, ഒറ്റും ഉണ്ടായിട്ടില്ല നമ്മൾ പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ കേരളത്തിൽ വെച്ച് നടന്നൊരു അത് അദ്ദേഹം കേരളത്തിൽ നന്നായി പറഞ്ഞുള്ള കാര്യം തെറ്റ് വേണ്ട കാര്യം. ഇപ്പോൾ എവറി സ്റ്റേറ്റിന് അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് മാത്രം അഭിപ്രായം എന്തുകൊണ്ടാണ് ആ പോർഷൻ മാത്രമായിട്ട് കട്ടിയത്? നമ്മൾ യു ഷുഡ് നോട്ട് ഗെറ്റ് ക്യാരിഡ് അവേ ബൈ ഓൾ ദി സ്റ്റേറ്റ്മെന്റ്സ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.